കഴിഞ്ഞ ദിവസേ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോഴേ ഭയങ്കര മോട്ടിവേഷൻ. എവിടുന്നാ പറഞ്ഞതെന്നറിയില്ല. നാളെ കാലത്ത് നേരത്തെ എണീക്കും. നേരത്തെ നല്ല ഒരു 5 മണിക്ക് അലാറം വെച്ച് എണീക്കും. എക്സസൈസ് ചെയ്യും. എക്സസൈസ് ചെയ്തിട്ട് പിന്നെ വേറെ എന്തും ചെയ്യുള്ളൂ. മൊബൈൽ സ്ക്രോളിംഗ് ഒന്നും ഇല്ല. മൊബൈൽ തൊടില്ല. ഒരു മണിക്കൂർ നേരത്തേക്ക് മൊബൈൽ നമ്മൾ തൊടില്ല. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡേ കഴിക്കുള്ളൂ. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്തു തുടങ്ങണം. പുതുതായിട്ട് എന്നും ഡെയിലി എന്തെങ്കിലും പഠിക്കണം. കാലത്തൊട്ടിട്ട് വൈകുന്നേരം വരെയുള്ള ഫുള്ള് കാര്യങ്ങൾ ഇങ്ങനെ സ്ട്രക്ചർഡ് ഇങ്ങനെ ഷെഡ്യൂളായിട്ട് ഇങ്ങനെ വെച്ചു. കംപ്ലീറ്റ് കാര്യങ്ങൾ നൈറ്റ് ഫുള്ള് പ്ലാന്. എന്നിട്ട് എന്താ കാലത്ത് എണീക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ 5 മണിക്ക് അലാറം വെച്ചിട്ട് സ്നൂസ് ചെയ്യും, കട്ട് ചെയ്യും, സ്നൂസ് ചെയ്യും, കട്ട് ചെയ്യും. പിന്നെ ഒരു 8 മണിയാകുമ്പോൾ എണീക്കും. പിന്നെ ചടപടത്തിന് എങ്ങനെയെങ്കിലുമൊക്കെ ഓഫീസിലെത്താൻ വേണ്ടിയിട്ടുള്ള വെപ്രാളത്തിൽ നമ്മൾ വീണ്ടും പഴയ സ്റ്റൈലിലേക്ക് പോകും. അതെന്താ അങ്ങനെ? നമ്മൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നമുക്ക് ഭയങ്കര മോട്ടിവേഷൻ. നമ്മൾ നാളെ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, പിന്നെ നാളോട്ട് ഫുള്ള് ചേഞ്ച് ആവും. പക്ഷെ കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ ഇതൊക്കെ പോയി. ഒന്നാമത് എണീക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ വക ചിന്തകളൊക്കെ മാറി. പിന്നെ നമ്മളിങ്ങനെ ഓരോരോ ഓപ്ഷൻസ് ഇങ്ങനെ സെലക്ട് ചെയ്യാണ്. ഇത് ചെയ്യണ, അയ്യോ അത് ചിലപ്പോൾ സമയമില്ല. മറ്റേ ചെയ്യണ, അത് ചെയ്യാൻ സമയമില്ല. ഇനി എങ്ങനെയെങ്കിലും ഓഫീസിലെത്തിയിട്ട് എന്തെങ്കിലും ചെയ്യണം. ആ ഒരു ഇതിലേക്ക് പോവും. അതെന്താ അങ്ങനെ വരുന്നത്? അല്ല, അപ്പം ഞാൻ വിചാരിച്ചത് ഒരു പ്രാവശ്യമല്ലേ എന്ന്. വീണ്ടും മോട്ടിവേറ്റഡ് ആയി, വീണ്ടും ട്രൈ ചെയ്തു. വീണ്ടും പണ്ടത്തെ ഞങ്ങര തെങ്ങ് പതന്നെയെന്ന് പറയില്ലേ, അതുപോലെ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്ക് മാത്രമാണോ എന്ന്. അല്ല അല്ലേ, നിങ്ങൾക്കുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ച് നാട്ടുകാരല്ല പൊതുവേ പറയേണ്ടത് എന്താ വെച്ചെങ്കിൽ നമ്മൾ ലേസിയാന്നാ, നമ്മൾ മടിയന്മാരാന്നാ. അതുകൊണ്ടാണല്ലോ കാലത്ത് എണീക്കാൻ നമുക്ക് പറ്റാത്തത്. അല്ല വെച്ചെങ്കിൽ ഒരു ദിവസം ചെയ്ത കാര്യം, ഇപ്പോൾ ഒരു ദിവസം നമ്മൾ ഈ മോട്ടിവേഷനൊക്കെ വെച്ചിട്ട് ഒന്ന് എക്സസൈസ് ചെയ്തു. പക്ഷേ രണ്ടാമത്തെ ദിവസം നമ്മളിക്കും അയ്യ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയില്ലേ. അതിന് മടിയന്മാരായതുകൊണ്ടാണെന്ന് പറയാറുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ വേറൊരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസിപ്ലിൻ ഇല്ല. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യം ചെയ്യുക. നമ്മൾ അറേഞ്ച് ചെയ്തു, ഇന്ന സമയത്തിൻ്റെ കാര്യം ഷെഡ്യൂൾ ചെയ്തിട്ട് അത് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണെന്ന് പറയാറുണ്ട്. പിന്നെ വിൽ പവർ ഇല്ല എന്ന് പറയും. ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ചെയ്തിരിക്കും. അങ്ങനെ അറിയണ്ടല്ലോ. നമ്മളിപ്പോൾ നമ്മൾ നാളെ കാലത്ത് ഇത്ര സമയത്ത് എനിക്കും ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെന്ന് വെച്ചെങ്കിൽ ഒരു ചാപ്റ്റർ ഞാൻ പഠിച്ചിരിക്കും. അല്ലെങ്കിൽ ഒരു പേപ്പർ മൊത്തം ഞാൻ കവർ ചെയ്തിരിക്കും. ഇന്നത്തെ ദിവസം കൊണ്ട് അത് തീർത്തിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുത്തിട്ട് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരാണെന്ന് വെച്ചെങ്കിൽ ഞാൻ നാളെ എക്സസൈസ് ചെയ്തിരിക്കും. അങ്ങനെ ഒരു വിൽ പവറോട് കൂടിയിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണെന്ന് പറയാറുണ്ട്. പിന്നെ ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടർ പ്രോബ്ലം അത്ര. അതായത് നമ്മുടെ ക്യാരക്ടർ ശരിയല്ല. നമ്മൾ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള നമ്മുടെ ഒരു സ്വഭാവം വെച്ചിട്ട് അങ്ങനെ നേരത്തെ എണീറ്റിട്ട് അങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാവുന്ന ആൾക്കാരല്ല. അങ്ങനത്തെ ഒരു കാറ്റഗറിയിലല്ല. അത് നമ്മുടെ ക്യാരക്ടറിൻ്റെ പ്രോബ്ലം എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ കേട്ട കാര്യങ്ങളിൽ പലതും നിങ്ങൾക്കുണ്ടാവും. അതിൽ 1-2 കാര്യങ്ങൾ എന്തായാലും ഉണ്ടാവാതിരിക്കില്ല. പക്ഷെ പേടിക്കണ്ട. ഈ ലേസിനെസ് ഒന്നും അല്ല ഇതിന് കാരണം. ബ്രെയിൻ കെമിസ്ട്രിയും ടൈമിങ്ങും കൂടിയിട്ടുള്ളൊരു കളിയാണ്. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള സയൻസ് ഒന്ന് നോക്കിയാലോ. നൈറ്റ് സമയങ്ങളിൽ നമുക്ക് പ്രഷർ കുറവായിരിക്കും. അതായത് നമ്മളിപ്പോൾ ഓഫീസിലാണെന്ന് വെച്ചെങ്കിൽ ബോസ് വരുന്നുണ്ടോ, ബോസ് പറഞ്ഞ ടാർഗറ്റ് അച്ചീവ് ചെയ്തോ, അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ സ്കൂളിലാണെന്ന് വെച്ചാൽ കോളേജിലേക്കാണെന്ന് വെച്ചെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് എന്താണ്, അതിൽ നമ്മൾ നമ്മുടെ അടുത്ത് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ, പഠിക്കാൻ പറഞ്ഞത് പഠിച്ചിട്ടുണ്ടോ, അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ ഉറങ്ങുന്ന സമയത്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ എടുക്കാൻ പോകുന്ന സമയത്താണെന്ന് വെച്ചെങ്കിൽ ഇനി ഉറങ്ങാൻ പോകും. അപ്പോൾ അതിനകത്ത് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ടെൻഷനൊന്നുമില്ല. ഉറങ്ങാനായിട്ട് മുന്നേ വലിയ അങ്ങനെ ഒരു ടെൻഷനൊന്നുമില്ല. അപ്പോൾ അങ്ങനെ റിലാക്സ്ഡ് മോഡിൽ നമ്മുടെ ബ്രെയിൻ ഇരിക്കുമ്പോൾ, പ്രത്യേകിച്ച് റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഇല്ലാണ്ട് ഭയങ്കര സൈലന്റ് മോഡായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബ്രെയിൻ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ബിഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കും. വലിയ അച്ചീവ്മെന്റ്സ് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ റിലാക്സ്ഡ് മോഡിലായിരിക്കുമ്പോഴാണ് ഈ കാര്യം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നൈറ്റ് നമുക്ക് ഫുള്ള് എംബിഷനും അല്ലെങ്കിൽ ഇന്ന രീതിയിൽ നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്യാന്നൊക്കെ നമ്മൾ തീരുമാനം എടുക്കുന്നത്. നേരെ മറിച്ച് കാലത്ത് നമ്മൾ എണീക്കുമ്പോഴോ അതൊരു റിയാലിറ്റി മോഡാണ് അല്ലേ. നമ്മൾ എണീറ്റ വശം തുടങ്ങും. ഇന്നലെ എന്തൊക്കെയാണ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഓഫീസിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ അടുത്ത് PPT പ്രസന്റേഷൻ വല്ലതും പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ, അതല്ല എന്തെങ്കിലും ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ, എന്തെങ്കിലും ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ. അങ്ങനെ ഓഫീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ കയറി വരൂലേ. അതുപോലെ ഇപ്പോൾ പഠിക്കാൻ പോകുന്നവരാണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ കോളേജിലേക്ക് പോകണം അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകണം വെച്ചെങ്കിൽ ഹോംവർക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടായിരുന്നോ, അത് മുഴുവൻ കഴിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ ലെസൺസ് ആണ് പ്രിപ്പയർ ചെയ്ത് വരാൻ പറഞ്ഞിട്ടുള്ളത്, അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് ഇത് പ്രിപ്പയർ ചെയ്യണോ, അവിടെ പോയിട്ട് പ്രിപ്പയർ ചെയ്യണം, ലഞ്ചിൻ്റെ ടൈമിൽ പ്രിപ്പയർ ചെയ്യണം എന്ന് വേണം. അങ്ങനെ ബ്രെയിൻ ഇങ്ങനെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ സ്ട്രെസ്സും അല്ലെങ്കിൽ അങ്ങനത്തെ ചിന്തകളാണ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ബ്രെയിനിന് നമ്മൾ നിരന്തരമായിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആശാൻ എന്ത് വെച്ചാൽ ഒരു എനർജി സേവിങ്ങിൻ്റെ മോഡിലോട്ട് അങ്ങോട്ട് മാറും. അതായത് ഇത്രയും ഇത് വന്നു കഴിഞ്ഞാൽ ഒന്ന് സേവ് ചെയ്യാൻ വേണ്ടി ആളൊന്ന് പിന്നിലോട്ട് വരും. അപ്പോഴാണ് നമുക്ക് ഈ ലേസിനെസ് ഫീൽ ചെയ്യുന്നത്. അതാണ് ബ്രെയിൻ നമ്മളെ ലേസി ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറച്ചും കൂടി ശാസ്ത്രീയമായിട്ട് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇതിനകത്ത് ഡോപ്പമിൻ്റെയും കോർട്ടിസോളിൻ്റെ ഒരു കളി നടക്കണമെന്ന് പറയുന്നത്. അതായത് നമ്മൾ നൈറ്റ് കിടക്കുമ്പോൾ ഫുള്ള് ഡോപ്പമിൻ അടിച്ച് നമ്മളിപ്പോൾ കുറേ മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ കണ്ടെന്ന് വിചാരിച്ചോ, അപ്പോൾ നമുക്കൊരു ഡോപ്പമിൻ കയറും.
ഓക്കെ, ആ ഹോർമോണാണ്. അത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇനി നാളെ തൊട്ടിട്ട് നമ്മൾ ഫുള്ള് സെറ്റായിട്ടുള്ള കാര്യങ്ങളോ കംപ്ലീറ്റ് നമ്മൾ ചേഞ്ച് ആവും, ലൈഫ് മൊത്തം ചേഞ്ച് ആവും. പിന്നെ അതിൻ്റെ എന്താ മോർണിംഗ് നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യും, ഇന്നത്തെ ദിവസം ആ ഒരു സ്കെഡ്യൂൾസ് ഒക്കെ വെച്ച് അത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത് തീർക്കുന്നുള്ള ഭയങ്കര മോട്ടിവേഷൻസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. അതിനെ പറയുന്നതാണ് ഡോപ്പമിൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരെ തിരിച്ച് മോർണിംഗിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് സ്ട്രെസ്സ്, അപ്പോൾ സ്ട്രെസ്സിൻ്റെതായിട്ട് ഹോർമോൺസ്, അതുപോലെ പല പല അലേർട്ടുകൾ നമ്മളെ മൈൻഡിൽ വന്നുകൊണ്ടിരിക്കും. അത് ചെയ്ത് കഴിഞ്ഞോ, പ്രിപ്പയർ ചെയ്തോ, മറ്റേ എന്തെങ്കിലും ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ കുറേ അലേർട്ട്സ് നമ്മുടെ മൈൻഡിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെ കോർട്ടിസോൾ എന്ന ഹോർമോണാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നൈറ്റ് നമ്മുടെ അടുത്ത് ഇങ്ങനെ ബ്രെയിൻ പറഞ്ഞുകൊണ്ടിരിക്കും യു ക്യാൻ ഡു ഇറ്റ്, നാളെ തൊട്ട് നീ അത് ശരിയാക്കും എന്ന് പറയും. പക്ഷേ മോർണിംഗ് വരുമ്പോൾ എന്താ നമ്മുടെ മൈൻഡ് പറയാൻ വെച്ചെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഇന്നത്തെ ദിവസം ആ പറഞ്ഞ കാര്യങ്ങൾ, മുന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്ത് തീർക്ക്, എങ്ങനെയെങ്കിലും ഒന്ന് സർവൈവ് ഈ ഒരു ഡേ തീർന്ന് കിട്ടട്ടെ എന്നുള്ളൊരു രീതിയിലേക്ക് മാറും. ശരിയല്ലേ? പിന്നെ ഈ ഫോണിന് നല്ലൊരു ഭാഗം ഉണ്ട് കേട്ടോ ഈ പറഞ്ഞ കാലത്തെ ലേസിനെസ്സിൻ്റെ. അതായത് നമ്മൾ നൈറ്റ് ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ ഫുള്ള് മോട്ടിവേറ്റഡ് ആണ്, ഫുള്ള് റിലാക്സ്ഡ് മോഡാണ് ബ്രെയിൻ. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. നമുക്ക് നാളേക്ക് നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ നമ്മൾ മൊബൈൽ എടുത്തു, ഒരു റീൽ കണ്ടു, അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടു, മോട്ടിവേഷൻ വീഡിയോ കണ്ടു, പിന്നെ അടുത്ത വീഡിയോ കണ്ടു, അതങ്ങനെ ഡിലേ ആയി, അങ്ങനെ പോയി നമ്മൾ ഉറങ്ങാൻ വളരെയധികം നേരം വൈകി. ഓക്കെ, അപ്പോൾ അവിടെ ആ ഒരു ഡിലേ ഇൻ സ്ലീപ്പ് ഓൾറെഡി അവിടെ സംഭവിച്ചു കേട്ടോ. നമ്മൾ ഈ മൊബൈൽ ഇതൊക്കെ നോക്കിക്കൊണ്ടിരുന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കാലത്ത് എണീറ്റിട്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഫുൾ മോട്ടിവേറ്റഡ് ആണെന്നുള്ളതിൽ നൈറ്റ് കിടന്ന് ഉറങ്ങി കാലത്ത് എണീക്കുമ്പോൾ എന്താ നേരത്തെ ശരിക്കും ഉറങ്ങാത്തതിൻ്റെ ക്ഷീണം, ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും. അതോടുകൂടി തന്നെ കാലത്തുള്ള നമുക്കുള്ള പിന്നെന്താ പറയുക റെസ്പോൺസിബിലിറ്റി, സ്ട്രെസ്, ടാർഗറ്റ്, ആ ചിന്തകളൊക്കെ വരും. ഓട്ടോമാറ്റിക്കായിട്ട് പവർ സേവിങ് മോഡിലായിട്ട് നമ്മുടെ ബ്രെയിൻ പോകുന്നു, നമ്മൾ വീണ്ടും ലേസി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആക്ച്വലി ഈ നൈറ്റ് ഭയങ്കര മോട്ടിവേറ്റഡും കുഴപ്പമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതും അത് കഴിഞ്ഞിട്ട് പിന്നെ മോർണിംഗ് ആകുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റാതെ വരുന്നതിനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നൈറ്റ് നമ്മൾ ഫുൾ മോട്ടിവേറ്റഡ് ഒക്കെയാണ്, പക്ഷെ നൈറ്റ് നമ്മൾ റിലാക്സ് ചെയ്ത് കിടന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങനെ മാറാം. ഫുൾ പ്ലാനിങ് ആണ്. പ്ലാനിങ്ങിന് ഒരു കുഴപ്പമില്ല, വലിയ എനർജിയും കാര്യങ്ങളൊന്നും പ്രശ്നമല്ല. അപ്പോൾ പ്ലാനിങ് വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ മോർണിംഗിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പ്ലാനിങ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം. അതാണ് ശരിക്കും ഉള്ളതിലത്തെ പ്രശ്നം. ആ എക്സിക്യൂഷൻ്റെ ടൈം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ നമ്മുടെ മടി, സ്ട്രെസ്സ്, വിൽ പവർ, ക്യാരക്ടർ എല്ലാ സാധനം അവിടെ പുറത്തേക്ക് വരും. അപ്പോൾ അതാണ് ഇതിൻ്റെ റിയൽ കാരണം. അപ്പോൾ നമ്മുടെ യഥാർത്ഥ കാരണം കിട്ടിയ സ്ഥിതിക്ക് ഇനി നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഇതിനെങ്ങനെ ടാക്കിൾ ചെയ്യാം. അതായത് നൈറ്റ് നീ പ്ലാൻ ചെയ്തോ, നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നമുക്ക് റിയാലിറ്റി മോഡിൽ വന്നിട്ട് അതെങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ നോക്കാം. ഒരു പേപ്പറും ഒരു പാൻ എടുത്തോ, അത് ഈ പറഞ്ഞ പോയിന്റുകൾ എഴുതിക്കോട്ടോ. എൻ്റെ അല്ല, ഗൂഗിളിൽ നിന്ന് കിട്ടിയതാണേ. അതായത് നമ്മൾ എന്തെങ്കിലും ടാസ്ക് വലിയൊരു സംഭവം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ചെറുതാക്കി കൊടുത്തിട്ട് ഒരു ചെറിയ ടാസ്ക് അന്നത്തെ ദിവസം തീർക്കാൻ വേണ്ടിയിട്ടുള്ളത്. റൈറ്റ് ഓൺലി വൺ സ്മോൾ ടാസ്ക് ഫോർ മോർണിംഗ്. ഓക്കെ, ചെറിയൊരു ടാസ്ക്. അതേപോലെ നമ്മുടെ മൊബൈൽ നീക്കി വയ്ക്കുക. നൈറ്റ് ഓവറായിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാൻ പാടില്ല. നൈറ്റ് അത് നമ്മൾ ക്ഷീണം വരും, പിറ്റത്തെ ദിവസം നമ്മൾ വീണ്ടും ലേസി മോഡിലോട്ട് പോകും. ഓക്കെ, പിന്നെ ഒരു 30 മിനിറ്റ് മുന്നേ ഉറങ്ങാൻ നോക്കുക. ഇപ്പോൾ കിടന്ന് ഉറങ്ങുന്നതിനെക്കാട്ടും ഒരു 30 മിനിറ്റ്സ് ഏർലി ഉറങ്ങാൻ നോക്കുക. ഉറക്കം എപ്പോഴും നമ്മളെ വീണ്ടും പിറ്റത്തെ ദിവസത്തേക്ക് പവർഫുൾ ആക്കി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂളായിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഡോണ്ട് പ്ലാൻ ബിഗ് തിങ്സ് അറ്റ് നൈറ്റ്. നൈറ്റ് ഇങ്ങനെ ഭയങ്കര വലിയ സാധനങ്ങളൊന്നും ചിന്തിച്ച് കൂട്ടണ്ട. ഓക്കെ, പിന്നെ കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം വെള്ളം കുടിക്കുക, ഫോൺ എടുക്കരുത്. വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്, നമ്മൾ കുറച്ചൊന്ന് റിലാക്സ്ഡ് ആക്കി നിർത്തും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് ഈ നമ്മൾ പറയില്ല ഇങ്ങനെ കുറേശ്ശെ ചെയ്തിട്ട് ഇങ്ങനെ ആദ്യം ഒരു ബ്രിക്ക് വെച്ച് പിന്നെ ഒരു ബ്രിക്ക് വെച്ച് അങ്ങനെ നമ്മൾ വലിയ വീട് പണിയാന്നൊക്കെ പറയില്ലേ. അതുപോലെ വളരെ ചെറിയ ടാർഗറ്റ് കൊടുത്തിട്ട് അത് അച്ചീവ് ചെയ്യുമ്പോൾ ബ്രെയിനിന് നല്ലൊരു മോട്ടിവേഷൻ വരും, ഡോപ്പമൈൻ പാസ് ചെയ്യും. അപ്പോൾ അടുത്ത ചെറിയ കാര്യം ചെയ്യാൻ തോന്നും. അങ്ങനെ ആ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കും നമ്മളൊരു വലിയൊരു അച്ചീവ്മെൻറ്റിലോട്ട് എത്തിച്ചേരുന്നത്. അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമുക്ക് വലിയ മോട്ടിവേഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ വലിയ ബിഗ് അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, വലിയ പ്ലാനുകൾ നമ്മൾ ചെയ്യുമ്പോൾ വിചാരിക്കുക അത് ബ്രെയിൻ്റെ ഒരു ഇമാജിനറി പവറാണ്. ഓക്കെ, ചുമ്മാ തിരിച്ച് കളിയാൽ മതി. പിന്നെ കാലത്ത് എണീക്കുമ്പോൾ നമുക്ക് വീണ്ടും ഇതേപോലെ ലേസി ഫീലിങ്സ് വരുന്നുണ്ടെങ്കിൽ അത് ബ്രെയിനിനെ കൂടുതൽ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വന്ന് വരുന്നതുകൊണ്ടാണ്. നമ്മൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട. നമ്മുടെ പ്ലാൻ അനുസരിച്ച് ചെറിയ പ്ലാനുകൾ വെച്ച് ചെറിയ അച്ചീവ്മെൻറ്റ്സിൽ സന്തോഷിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നത്തിനെ മറികടക്കാൻ സാധിക്കും. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ബൈ.